കാഴ്ചയിൽ എത്ര ആകർഷകമാണ് ഈ പച്ചക്കറികൾ. പക്ഷേ ഇവയിൽ ഒളിഞ്ഞിരിക്കുന്നത് മാരകമായ വിഷാംശമാണ്. കീടനാശിനികൾ വാരിക്കോരി തളിച്ച് അന്യസംസ്ഥാനങ്ങളിൽ വിളയിക്കുന്ന പച്ചക്കറികൾ. ഇവ 800 ടണ്ണോളമാണ് കേരളത്തിൽ ദിവസവും എത്തുന്നത്. തിരുവനന്തപുരത്തെ നന്ദിയോട് പഞ്ചായത്തിലെ സ്ഥിതിയും വ്യത്യസ്തമായിരുന്നില്ല. ഒരു വർഷം മുമ്പ് ഇവിടുത്തെ ഗ്രാമീണർ കൂട്ടായി തീരുമാനിച്ചു, വിഷലിപ്തമായ പച്ചക്കറികൾ, അത് നാടനായാലും മറുനാടനായാലും തങ്ങൾക്ക് വേണ്ട. ഘട്ടം ഘട്ടമായി അവയെ പടിക്ക് പുറത്താക്കണം. കൃഷിഭവന്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും ആത്മാർത്ഥമായ പിന്തുണയോടെ ഒരു ജനകീയ മുന്നേറ്റത്തിന് നാന്ദി കുറിച്ചു. ആദ്യം ബോധവൽക്കരണം. രാസകൃഷിയിൽ വിളയിച്ച പച്ചക്കറികളുടെ ദോഷം ഓരോ ഗ്രാമീണനെയും ബോധ്യപ്പെടുത്തി. കൂട്ടായ്മകൾ രൂപീകരിക്കലായിരുന്നു അടുത്ത ഘട്ടം. 18 വാർഡുകളിൽ ജൈവ ക്ലബ്ബുകൾ ഉണ്ടാക്കി. രാസകൃഷി ചെയ്തവർ ഉൾപ്പെടെ ഇതിൽ പങ്കാളികളായി. കർഷകനെ മാത്രമല്ല, ഉപഭോക്താവിനെയും ക്ലബ്ബുകളിൽ ചേർത്തു. വീട്ടമ്മമാരുടെ അമ്മക്കൂട്ടങ്ങൾ ഉണ്ടാക്കി. സ്കൂളുകളിൽ കാർഷിക ബാലസഭകൾ രൂപീകരിച്ചു. കർഷകർ വളരെ സ്പിരിറ്റോട് കൂടിയാണ് ജൈവ കൃഷിയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് നമ്മുടെ ഉദ്യോഗസ്ഥർ, പ്രത്യേകിച്ച് കൃഷി വകുപ്പ് ഇപ്പോൾ വളരെ വലിയ പ്രാധാന്യമാണ് ജൈവ കൃഷിക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. 2016 കേരളത്തെ ജൈവ സംസ്ഥാനമാക്കണമെന്നുള്ള ഒരു നിശ്ചയദാർഢ്യത്തോടെയുള്ള ഒരു പ്രവർത്തനം ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ജനപ്രതിനിധികളുടെ ഭാഗത്തു നിന്നും സാംസ്കാരിക പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഒക്കെ ഉണ്ട്. ജൈവവളക്കൂട്ടുകളും ജൈവ കീടനാശിനികളും കർഷകർ തന്നെ ഉണ്ടാക്കി. കൃഷി പദ്ധതികൾ ഏകോപിപ്പിച്ച് കർഷകർക്ക് വേണ്ട സാമ്പത്തിക പിന്തുണ നൽകി. ജൈവവളങ്ങൾ ഊഷരമായ മണ്ണിനെ വീണ്ടും ഉർവരമാക്കി. കീടനാശിനിയെ ഭയന്ന് നാടുവിട്ട മിത്രകീടങ്ങൾ മടങ്ങിയെത്തി. രോഗകീടങ്ങൾക്കെതിരെ ജൈവ കീടനാശിനികൾ ആവശ്യാനുസരണം പ്രയോഗിച്ചു. ജൈവകൃഷി 100% സാധ്യമാണ്. രാസവളങ്ങൾ ഉപയോഗിക്കുന്നതിനേക്കാളും ഒക്കെ ഭയങ്കര ടേസ്റ്റാണ് ജൈവവളം ഉപയോഗിച്ചുണ്ടാക്കുന്നത്. 2000-ഓളം ജനങ്ങളുടെ ശ്രമത്തിലൂടെ 100 ടണ്ണിലേറെ ജൈവ പച്ചക്കറികൾ ഒരു സീസണിൽ വിളവെടുക്കാനായി. ക്യാൻസർ പോലുള്ള രോഗം ഏറ്റവും കൂടുതൽ കാണുന്ന സ്ത്രീകളിലാണ്. ഈ രോഗത്തിൽ നിന്നും ഒരു മുക്തി നേടണമെങ്കിൽ നമ്മൾ സ്ത്രീകൾ മുന്നോട്ട് വന്നാലേ പറ്റുള്ളൂ നമുക്ക് വിശ്വാസമാണ്. അതിൻ്റെ കൂടെയാണ് ഞങ്ങൾ അമ്മക്കൂട്ടം എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി ഞങ്ങൾ പച്ചക്കറി ഉണ്ടാക്കുകയും അതുപോലെ തന്നെ നല്ല രീതിയിൽ കൃഷികൾ ചെയ്ത് മുന്നോട്ട് പോകണമെന്നാണ് ഞങ്ങളുടെ ഇത്. നമ്മുടെ ഈ മണ്ണിനും നമ്മുടെ ഈ കാലാവസ്ഥയ്ക്കും അടുത്ത തലമുറയ്ക്ക് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ ജൈവവള കൃഷിയാണ്. ആഴ്ചയിൽ ഒരിക്കലുള്ള ജൈവ ഗ്രാമചന്തയായിരുന്നു അടുത്ത സംരംഭം. നാട്ടുകാർ വിളയിച്ച ജൈവ പച്ചക്കറികളും പഴങ്ങളും ചന്തയിലെത്തി. നാടുമറന്ന നാടൻ പച്ചക്കറികളും മടങ്ങിയെത്തി. എന്റെ കൃഷി, ജൈവ കൃഷി, എന്റെ ആഹാരം, എന്റെ ആരോഗ്യം, എന്റെ ഗ്രാമം, ജൈവഗ്രാമം എന്ന മുദ്രാവാക്യം ജനങ്ങൾ മനസ്സിലേറ്റി. സമ്പൂർണ്ണ ജൈവഗ്രാമം എന്ന ലക്ഷ്യത്തിലേക്ക് നീങ്ങുകയാണ് നന്ദിയോട്. നിങ്ങളുടെ ഗ്രാമത്തിലും ഇത് അസാധ്യമല്ല. കുടുംബാംഗങ്ങളുടെ ആരോഗ്യത്തിനായി നമുക്ക് ഒത്തുചേരാം. ജൈവകൃഷി ചെയ്യാം. പറമ്പോ പാടമോ മട്ടുപ്പാവോ ആകട്ടെ, പറ്റുന്നത്ര ഭക്ഷണം വിളയിക്കാം. ജീവനാശിനികൾക്ക് വിട പറയാം.